Hi all. In the previous session, we have discussed SCR, introduction of SCR, and static VI characteristics and different modes of operations of SCR. And I hope you understand what the basics of SCR and its working. Okay. അപ്പം ഞാനത് എസ് സി ആറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കാണുക മാത്രമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു നോട്ട് പവർ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ടൊരു നോട്ട് കരുതുക. അപ്പോൾ ആ നോട്ടിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ നോട്ടിൽ എഴുതി വെക്കാം. ജസ്റ്റ് വീഡിയോ കണ്ട് പോകരുത്. ഞാൻ സ്ലൈഡ്സ് ലാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് തരൂ. അപ്പോൾ സ്ലൈഡ്സ് തരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് നോക്കിയിട്ട് നോട്ട് നോക്കി നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട് നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എസ് സി ആറിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എസ് സി ആർ അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. എന്താണ് എസ് സി ആർ? എസ് സി ആറിൻ്റെ ഒരു ഫിഗർ കാണിക്കാം. ഓക്കെ. അപ്പോൾ എസ് സി ആർ എന്താണ്? ഇതാണ് എസ് സി ആറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. അതായത് 4 ലെയേഴ്സ് ഉണ്ട്, 3 ജംഗ്ഷൻസ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഡയോഡിൽ 2 പി എൻ ജംഗ്ഷൻ, ഒരു പി റീജിയനും ഒരു എൻ റീജിയനും മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ ഒരു എസ് സി ആറിന് 4 റീജിയൻസ് ഉണ്ടാവും, പി എൻ. ഓക്കെ. ഇപ്പം പറഞ്ഞ എസ് സി ആർ എന്താണ്? ഒരു സ്വിച്ചാണ്. എസ് സി ആർ മീൻസ് it's a silicon controlled rectifier. It's similar to that of a switch. We can use SCR as a switch. Okay. അപ്പോൾ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് നമ്മളൊരു സ്റ്റഡി സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്താ പഠിച്ചത്? വോൾട്ടേജും അതിലുണ്ടാകുന്ന കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്സ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ്. അതാണ് നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചത്, സ്റ്റാറ്റിക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എസ് സി ആർ ഹാവ് ടു യൂസ്ഡ് ഫോർ സ്വിച്ചിങ് ആപ്ലിക്കേഷൻസ്. അതായത് സ്വിച്ചസ് ആയിട്ട് നമുക്ക് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ആയിട്ട് എസ് സി ആറിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എസ് സി ആറിനെ സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്വിച്ചിങ് ടൈമിലുണ്ടാവുന്ന അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് പ്രോസസ്സ്, അതായത് ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓൺ ചെയ്യുമ്പോഴും തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുമ്പോഴും തൈറിസ്റ്റർ ഈസ് സബ്ജക്റ്റഡ് ടു ഡിഫറെൻറ്റ് വോൾട്ടേജ് അക്രോസ് ഇറ്റ് ആൻഡ് ഡിഫറെൻറ്റ് കറൻസ് ത്രൂ ഇറ്റ്. അപ്പം ടേൺ ഓൺ ചെയ്യുമ്പോഴും ടേൺ ഓഫ് ചെയ്യുമ്പോഴും ആ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ തൈറിസ്റ്ററിലൂടെ ഡിഫറെൻറ്റ് കറൻസ് ഉണ്ടാവും. അതിൽ ദ ടൈം വേരിയേഷൻ ഓഫ് എ വോൾട്ടേജ് അക്രോസ് എ തൈറിസ്റ്റർ ആൻഡ് ദി കറണ്ട് ത്രൂ ഇറ്റ് ഡ്യൂറിങ് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് പ്രോസസ് ഗിവ്സ് ദി ഡൈനാമിക് ഓർ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ തൈറിസ്റ്റർ. അതായത് ടൈം വേരിയേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദി തൈറിസ്റ്റർ ആൻഡ് ദി കറണ്ട്. അതായത് നമ്മൾ ഒരു ആക്സിസിൽ ടൈമും മറ്റേ ആക്സിസിൽ വോൾട്ടേജും കറണ്ടും തുടങ്ങിയ കാര്യങ്ങളും തമ്മിലുള്ളൊരു ഗ്രാഫ് വരക്കാണ്. അത് ടൈം വേരിയേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് എ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആൻഡ് ദി കറണ്ട് ത്രൂ ഇറ്റ്, തൈറിസ്റ്ററിലൂടെയുള്ള കറണ്ട് ത്രൂ ഇറ്റ് ഡ്യൂറിങ് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് പ്രോസസ്. ടേൺ ഓൺ ആക്കുമ്പോഴും ടേൺ ഓഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ടും സമയം ടൈമിന് ബേസ്ഡ് ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. അതാണ് എന്ത്? വി ഗിവ് ദി സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തൈറിസ്റ്റർ. അപ്പം നോക്കാം, ഇതാണ് എസ് സി ആറിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം എന്താണ്? എക്സ് ആക്സിസ് എല്ലാത്തിൻ്റെയും ടൈം ആക്സിസ് ആണ്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ടൈമാണ്. പിന്നുള്ളത് എന്താണ്? ഡിഫറെൻറ്റ് വോൾട്ടേജസ്. ഫസ്റ്റ് വോൾട്ടേജ് വി ജി, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് വി ജി, അതായത് ഗേറ്റ് പൾസ്. നമ്മൾ പറഞ്ഞ തൈറിസ്റ്ററിന് ആനോഡ്, കാഥോഡ്, ഗേറ്റ് 3 ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ഗേറ്റിന് നമ്മളൊരു വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് സിഗ്നൽ കൂടി നമ്മൾ കൊടുക്കണം, തൈറിസ്റ്റർ ഓൺ ചെയ്യാനും തൈറിസ്റ്റർ
ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തൈറിസ്റ്റർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഗേറ്റിൽ നമ്മളെ ആനോഡും കാഥോഡിനും അക്രോസ് ആയിട്ട് ഒരു ഫോർവേഡ് ബയാസ് കൊടുത്താൽ മാത്രം പോരാ, ഗേറ്റും കൂടി ഓൺ ചെയ്താൽ മാത്രമേ ജംഗ്ഷൻ J1 J2 J3 3 ജംഗ്ഷൻസും ഫോർവേഡ് ബയാസ് ആവുകയും തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ടൈം വോൾട്ടേജ്, ഗേറ്റ് വോൾട്ടേജ് VG, അതുപോലെ രണ്ടാമത് വെച്ചിരിക്കുന്നത് ആനോഡ് വോൾട്ടേജ് VA ആൻഡ് ഗേറ്റ് കറണ്ട് IG. ആനോഡ് വോൾട്ടേജ് VA ആൻഡ് ഗേറ്റ് കറണ്ട് IG. നെക്സ്റ്റ് ആനോഡ് കറണ്ട്, അതായത് തൈറിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ്, അതാണ് ആനോഡ് വോൾട്ടേജ്. തൈറിസ്റ്ററിലൂടെയുള്ള കറണ്ട്, അതാണ് ആനോഡ് കറണ്ട് അല്ലേ. തൈറിസ്റ്ററിലൂടെയുള്ള കറണ്ട്, ദാറ്റ് ഈസ് ആനോഡ് കറണ്ട്. അതുപോലെ പവർ ലോസ്, ആക്ച്വലി ആനോഡ് വോൾട്ടേജും ആനോഡ് കറണ്ടും തമ്മിലുള്ള ഗ്രാഫ്, അതിനെയാണ് എന്ത് പറയുന്നത്, വോൾട്ടേജും കറണ്ടും വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം അതിന് വിത്ത് റെസ്പെക്ട് ടു ടൈം ഉള്ള ഗ്രാഫ്, അതിനെയാണ് നമ്മൾ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഫിഗർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തൈറിസ്റ്റർ മനസ്സിലുണ്ടാവണം. എന്താണ് തൈറിസ്റ്റർ? 4 ലെയേഴ്സ് ഉണ്ട്, PN. അപ്പം ഏറ്റവും മുകളിലത്തെ P ജംഗ്ഷനാണ് ആനോഡ്, താഴത്തെ N ജംഗ്ഷനാണ് കാഥോഡ്, നടുക്കത്തെ P ജംഗ്ഷനാണ് ഗേറ്റ്. അത് മനസ്സിലുണ്ടാവണം. അപ്പം ഫസ്റ്റ് വേവ് ഫോം നോക്കുക, ആനോഡ് വോൾട്ടേജ്. അപ്പം നമ്മൾ ഏതൊരു സ്വിച്ച് കൺസിഡർ ചെയ്താലും ആനോഡ് വോൾട്ടേജ് മീൻസ് ഇതിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്, അതായത് ആനോഡിനും കാഥോഡിനും എക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ആനോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിനും കാഥോഡിൻ്റെ ഇടയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ആനോഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്വിച്ച്, അപ്പോൾ ഏതൊരു സ്വിച്ച് ആയിക്കോട്ടെ, ആ ഒരു സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ, അതായത് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ സ്വിച്ച് വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ സ്വിച്ചിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് ആനോഡിനും കാഥോഡിനും എക്രോസ് ആയിരിക്കുന്ന വോൾട്ടേജ് എന്തായിരിക്കും? സ്വിച്ച് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവില്ല അല്ലേ. കണ്ടക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് 0 ആയിരിക്കും. അതായത് നമ്മളൊരു ബൾബ് സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് പറ്റും? ബൾബ് കത്തും. അപ്പം ബൾബ് കത്തുമ്പം ബൾബ് വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ബൾബ് കത്തുന്നത്. ബട്ട് ബൾബിന് എക്രോസ് ആയിട്ട് എന്തുണ്ടാവില്ല? ബൾബിന് എക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആനോഡ് കറണ്ടും ആനോഡ് വോൾട്ടേജും ടൈമും തമ്മിലുള്ള ഗ്രാഫ്, അതായത് ഒരു തൈറിസ്റ്റർ ഓൺ ചെയ്യുമ്പോഴും ഒരു തൈറിസ്റ്റർ ഓഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു കറണ്ടിലും വോൾട്ടേജിലും വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ടാകുന്ന വേരിയേഷനാണ് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഈ ഗ്രാഫാണ് ആനോഡ് വോൾട്ടേജ്, ഈ ഗ്രാഫാണ് ആനോഡ് കറണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇനീഷ്യലി എന്താണ് ഓഫ് സ്റ്റേറ്റിലാണ്. അതാണ് നമ്മളെ ഈ ഒരു ടൈമിൽ ആനോഡ് കറണ്ട് എന്താണ്? 0 ആണ്. സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ബട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ അതിന് എക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. അതുകൊണ്ടാണ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് ടൈമിൽ ആനോഡ് വോൾട്ടേജ് മാക്സിമവും ആനോഡ് കറണ്ട് 0 ആയി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത്? ഇനി ഇതിൽ വരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ എന്ത് പറ്റി? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആനോഡ് വോൾട്ടേജ് കുറയുന്നുണ്ട്, അതുപോലെ ആനോഡ് കറണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആയിക്കൊണ്ടേയിരിക്കുന്ന ഈ ടൈമാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ടി ഓൺ, അതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ടി ഓൺ ടൈം. അതായത് കറണ്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് കറണ്ടിൻ്റെ മാക്സിമത്തിലേക്കും എത്തുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്തു? ഗ്രാജ്വലി റെഡ്യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് മിനിമത്തിലേക്ക് എത്തി അല്ലേ. മിനിമത്തിലേക്കും എത്തി. അപ്പോൾ ഇതിൽ ഓണാക്കുന്ന ഈ ഒരു ടൈം, സ്വിച്ച് ഓൺ ആവുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്? ടി ഓൺ ടൈം എന്ന് പറയുന്നത്.
അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴുള്ള ടൈമിനെയാണ് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ടേൺ ഓൺ ടൈം, ടി ഓൺ കണ്ടില്ലേ, ഇത്രയാണ് ടി ഓൺ ടൈം. അപ്പം ആ ടി ഓൺ ടൈമിൽ തന്നെ 3 ടൈംസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടി ഡി, അതായത് ഡിലേ ടൈം. സെക്കൻഡ് വൺ ടി ആർ, ട്രാൻസിഷൻ ടൈം എന്ന് പറയും, ടി ആർ. പിന്നെ ടി പി, സ്പ്രെഡിങ് ടൈം. ഓക്കെ, ഇങ്ങനെ 3 ടൈം ഉണ്ട്. അതായത് ടി ഡി ഡിലേ ടൈം, ടി ആർ റൈസ് ടൈം, ടി പി സ്പ്രെഡ് ടൈം. അപ്പോൾ ഈ 3 ടൈമും കൂടിയിട്ടാണ് നമ്മൾ ടേൺ ഓൺ ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു സ്വിച്ച്, ഒരു ട്രാൻസിസ്റ്റർ എന്നുള്ള സ്വിച്ച് ഓൺ ആകുമ്പോൾ അതിൽ 3 ടൈംസ് ഉണ്ട്. അതായത് 3 ടൈം മീൻസ് അതായത് അതിൻ്റെ 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ടി ഡി, എന്താണ് ടി ആർ, എന്താ ടി പി എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഈ ഫിഗർ മനസ്സിലിരിക്കണം, എന്നിട്ട് നോക്കാം. ഞാൻ എഴുതിയിരിക്കുന്ന വായിക്കാം. എ ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്റർ ഈസ് യൂഷ്വലി ടേൺഡ് ഓൺ ബൈ അപ്ലൈയിങ് എ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് കാഥോഡ്. അതായത് ഗേറ്റിനും കാഥോഡിനും അക്രോസ് ആയിട്ട്, അതായത് ഗേറ്റ് എവിടെയുള്ളത്, ഗേറ്റിനും കാഥോഡിനും അക്രോസ് ആയിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്റർ. ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്റർ മീൻസ് ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും സപ്ലൈ കൊടുത്താണ് ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്റർ. അപ്പം ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഒരു തൈറിസ്റ്റർ ഓൺ ആവുന്നത്. അപ്പം J1, J2, J3 3 ജംഗ്ഷനും എന്ത് പറ്റും, കണ്ടക്ഷൻ നടക്കും. There is however a transition time transition time from forward off state to forward on state. അതായത് ഫോർവേഡ് കണ്ടക്ഷൻ ആണ്. അപ്പം ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ടേൺ ഓൺ ആകാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ട്. അതായത് നമ്മൾ സപ്ലൈ കൊടുത്ത പാട് ആ സ്പോട്ടിൽ എന്താവില്ല, സ്വിച്ച് ഓൺ ആവില്ല. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ VG കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പം പറഞ്ഞ ഗേറ്റ് പൾസ്, അതായത് പോസിറ്റീവ് ഗേറ്റ് പൾസ്. ഇത് കൊടുത്ത പാട് ഡയറക്റ്റ് നമ്മുടെ തൈറിസ്റ്റർ ഓൺ ആയില്ല. അപ്പോൾ ഓണായി വരാൻ ഒരു ട്രാൻസിഷൻ ടൈം വേണം. ദ ട്രാൻസിഷൻ ടൈം ഈസ് കോൾഡ് തൈറിസ്റ്റർ ടേൺ ഓൺ ടൈം. അതായത് ഗേറ്റ് സിഗ്നൽ കൊടുത്താലും ഓണായി വരാൻ വേണ്ടിയിട്ടൊരു ട്രാൻസിഷൻ ടൈം വേണം. അങ്ങനെയുള്ള ടേൺ ഓൺ ആവാനുള്ള ടൈമാണ് ടേൺ ഓൺ ടൈം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ഇറ്റ് ചേഞ്ചസ് ഫ്രം ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ടു ഫൈനൽ ഓൺ സ്റ്റേറ്റ്. അതായത് ഫോർവേഡ് ബ്ലോക്കിംഗ് എന്നാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ കറണ്ട് ഉണ്ടാവില്ല. ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ടു ഫൈനൽ ഓൺ സ്റ്റേറ്റ്, അതുവരെ എത്താനിരിക്കുന്ന ടൈം, അതിനാണ് ടേൺ ഓൺ ടൈം എന്ന് പറയുന്നത്. Okay, the turn on time can be divided into 3 intervals: delay time TD, rise time TR, spread time TP. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, TD, TR, TP. ഇനി അത് ഓരോന്നും എന്താണെന്ന് കൂടി പറയും. ഡിലേ ടൈം TD നോക്കുക. ഡിലേ ടൈം TD മെഷേർഡ് ഫ്രം ദി ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ഗേറ്റ് കറണ്ട് റീച്ചസ് 0.9 IG to the instant at which the anode current reaches 0.1 IA. അതായത് 0.9 IG ഇതാണ് ഗേറ്റ് കറണ്ട്. ഈ ഗേറ്റ് കറണ്ട് 0.9 IG എന്ന് നോക്കാം. ആ ഒരു പോയിന്റാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 0.9 IG എന്ന് ഗേറ്റ് കറണ്ട് 0.9 IG എത്തുകയും പിന്നെന്താണ് ആനോഡ് കറണ്ട് 0.1 IA, അതായത് ടോട്ടൽ IAയുടെ 0.1 ടൈംസ് എത്തുകയും ചെയ്യാൻ ആവശ്യമായ ടൈം, അതിനെയാണ് TD. അതായത് IG 0.9 IGയും IA 0.1 ആനോഡ് കറണ്ട് 0.1 IA ആകാനെടുക്കുന്ന ആ ടൈം, അതിനാണ് എന്ത് പറഞ്ഞത് ഡിലേ ടൈം. അതായത് മെഷേർഡ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ഗേറ്റ് കറണ്ട് റീച്ചസ് 0.9 IG. ഓക്കെ, അതാണ് ഗേറ്റ് കറണ്ട് റീച്ചസ് 0.9 IG ടു ദ ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ആനോഡ് കറണ്ട് റീച്ചസ് 0.1 IA. ആനോഡ് കറണ്ട് ഇത് കാണിച്ചിരിക്കുന്നത്, ഇത് 0.1 IA എത്താൻ ആവശ്യമായ ടൈം.
ആ ഒരു ടൈം ഇൻ്റർവെല്ലിനെയാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഐ ജി ആൻഡ് ഐ എ ആർ ദി ഫൈനൽ വാല്യൂസ് ഓഫ് ഗേറ്റ് ആൻഡ് ആനോഡ് കറണ്ട്. ഐ ജി മീൻസ് ഫൈനൽ ഗേറ്റ് കറണ്ട്, ഐ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആനോഡ് കറണ്ട്. അത് ഐ ജിൻ്റെ 0.9 ടൈംസ്, അതായത് 90%. അതായത് മാക്സിമം 100 ആംപിയർ ആണെങ്കിൽ 90 ആംപിയർ എത്തുന്നവരെ, അതാണ്. അതായത് 90, 100 ആംപിയർ എന്നല്ല, അത്രയൊന്നും വരുന്നില്ല, അങ്ങനല്ല. 0.9 ടൈംസ് ആകാൻ വേണ്ടിയിട്ട് ഐ ജി അതുപോലെ 0.1 ഐ എയോ ആകാനുള്ള ആ ഒരു ടൈം ഇൻ്റർവെല്ലിനെയാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. It can also be defined as the time during which anode voltage falls from VA to 0.9 VA. അപ്പോൾ ഡിലേ ടൈമിനെ നമുക്ക് വോൾട്ടേജിൻ്റെ ടേംസിലും പറയാം. നോക്കുക എവിടെയാ, ഇതാണ് ആനോഡ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ടൈമാണ് ഡിലേ ടൈം. അതായത് ആനോഡ് വോൾട്ടേജ് വി എ, ഈ ഒരു പോയിന്റിൽ വി എ ആണ് ആനോഡ് വോൾട്ടേജ്. ഈ ഒരു പോയിന്റിൽ, അതായത് ടി ഡി തീരുമ്പോൾ ആനോഡ് വോൾട്ടേജ് 0.9 വി എ ആണ്. അതായത് മാക്സിമം വോൾട്ടേജ് ആയ വി എ എന്ന് 0.9 വി എ ആവാനുള്ള ടൈം, അതാണ്. അതും എന്താണ്, ടി ഡി. അതായത് ടി ഡിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ വി എ 0.9 വി എ ആവാനുള്ള ടൈം, അല്ലെങ്കിൽ 0.9 ഐ ജിന്ന് 0.1 ഐ എ ആവാനുള്ള ടൈം. ഓക്കെ, വി എ എന്താണ്, ഇസ് ദി ഇനീഷ്യൽ വാല്യൂ ഓഫ് ദി ആനോഡ് വോൾട്ടേജ്. അനദർ വേ ഓഫ് ഡിഫൈനിങ് ഈസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ദി ആനോഡ് കറണ്ട് റൈസസ് ഫ്രം ഫോർവേഡ് ലീക്കേജ് കറണ്ട് ടു 0.1 ഐ എ, വേർ ഐ എ ഇസ് ദ ഫൈനൽ വാല്യൂ. അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്, ഇതെന്താണ്, ഐ എ ലീക്കേജ് കറണ്ട് എന്ന് ഐ എ 0.1 ഐ എ ആവാനുള്ള ടൈം, അതാണ് ഡിലേ ടൈം. അപ്പോൾ ഡിലേ ടൈം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ആൻസർ പറഞ്ഞാൽ മതി. ഐ ജിയുടെ ടേംസിലേക്കൊന്നും വരണ്ട. ലീക്കേജ് കറണ്ടിൽ നിന്ന് 0.1 ഐ എ ആകാനെടുക്കുന്ന സമയം, ആനോഡ് കറണ്ട് ലീക്കേജ് കറണ്ടിൽ നിന്ന് 0.1 ടൈംസ് ഐ എ ആവാനുള്ള സമയം, അല്ലെങ്കിൽ ആനോഡ് വോൾട്ടേജ് വി എന്ന് 0.9 വി എ ആവാനുള്ള സമയം, അതിനെയാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതിയത് വായിച്ചതാണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി വീഡിയോ. ഡിലേ ടൈം. ഓക്കെ, ഇനി അടുത്തത് വായിക്കാണ്. വിത്ത് ദ തൈറിസ്റ്റർ ഇനീഷ്യലി ഓൺ ദ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്, ദ ആനോഡ് വോൾട്ടേജ് ഒ എ ആൻഡ് ആനോഡ് കറണ്ട് ഈസ് സ്മോൾ ലീക്കേജ് കറണ്ട്. അതായത് ആനോഡ് വോൾട്ടേജ്, നിങ്ങൾ ഫിഗർ ശ്രദ്ധിച്ച് നോക്കി, ഞാൻ വായിക്കാം. എന്താണ്, വിത്ത് ദ തൈറിസ്റ്റർ ഇനീഷ്യലി ഇൻ ദ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്, ദ ആനോഡ് വോൾട്ടേജ് ഈസ് ഒ എ. ആനോഡ് വോൾട്ടേജ് എത്രയാണ്, ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ഒ ആണ്. അപ്പോൾ ഒ എ ഇസ് ഈക്വൽ ടു വി എ. ആൻഡ് ആനോഡ് കറണ്ട് ഈ സ്മോൾ ലീക്കേജ് കറണ്ട്. ആനോഡ് കറണ്ട് സ്മോൾ ലീക്കേജ് കറണ്ട് ആണ്, വെരി സ്മോൾ കറണ്ടാണ് ഉള്ളത്. അതാണ് ലീക്കേജ് കറണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇനീഷ്യേഷൻ ഓഫ് ടേൺ ഓൺ പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ റൈസ് ഇൻ ആനോഡ് കറണ്ട് ഫ്രം സ്മോൾ ലീക്കേജ് കറണ്ട് ആൻഡ് എ ഫാൾ ഇൻ ആനോഡ് വോൾട്ടേജ് ഫ്രം ഫോർവേഡ് ബ്ലോക്കിംഗ് വോൾട്ടേജ് ഒ എ. അതായത് ഇനീഷ്യേഷൻ ഓഫ് ടേൺ ഓൺ, അതായത് സ്വിച്ച് ഓൺ ആകാൻ പോയി തുടങ്ങുന്നത് എപ്പോഴാണ്, ഈ ഫോർവേഡ് ലീക്കേജ് കറണ്ട് ചെറുതായി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ്, ആനോഡ് വോൾട്ടേജ് ചെറുതായിട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ആണ് മനസ്സിലാവുന്നത്. As the gate current begins to flow from gate to cathode, നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം, ഒരു ഗേറ്റ് വോൾട്ടേജ് കൊടുക്കണം, എന്നാൽ മാത്രമേ സ്വിച്ച് ഓൺ ആവും. as the gate current begins to flow from gate to cathode with the application of gate signal, എന്ത് പറ്റും, the gate current has non-uniform distribution of current density over the cathode surface due to the p layer. കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്യൂറിങ് ഡിലേ ടൈം ആനോഡ് കറണ്ട് ഫ്ലോസ് ഇൻ എ നാരോ റീജിയൻ നിയർ ദി ഗേറ്റ് വെർ ദി ഗേറ്റ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഹയസ്റ്റ്. ഡിലേ ടൈം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അപ്ലൈയിങ് ഹൈ ഗേറ്റ് കറണ്ട് ആൻഡ് മോർ ഫോർവേഡ് വോൾട്ടേജ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. ദ ഡിലേ ടൈം ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മൈക്രോ സെക്കൻഡ്. അപ്പോൾ ഡിലേ ടൈം എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് മൈക്രോ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഡിലേ ടൈം ടി ഡി. ഈ ഡിലേ ടൈം ടി ഡി കുറക്കാൻ, അതായത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫാസ്റ്റ് സ്വിച്ചിങ്,
പെട്ടെന്ന് ടേൺ ഓൺ ആവാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിലേ ടൈം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അപ്ലൈയിങ് ഹൈ ഗേറ്റ് കറണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് കറണ്ട് വെരി ഹൈ ആയിരിക്കണം. അതുപോലെ ആൻഡ് മോർ ഫോർവേഡ് വോൾട്ടേജ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. അത് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് വെരി ഹൈയോ ആണെങ്കിൽ ഡിലേ ടൈം കുറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു പോർഷൻസാണ് ഞാനിപ്പോൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം വായിച്ച് നോക്കുക, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മാത്രം. നെക്സ്റ്റ് വരുന്നത്, ഇപ്പം നമ്മൾ ഓൺ ടൈമിൽ ടി ഓൺ ടൈമിൽ 3 ടൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിലേ ടൈം, റൈസ് ടൈം, സ്പ്രെഡ് ടൈം. ഇനി റൈസ് ടൈം നമുക്ക് നോക്കാം, എവിടുന്ന റൈസ് ടൈം വരുന്നതെന്ന്. ഡിലേ ടൈം കഴിഞ്ഞാൽ 0.1 IA ഇല്ലേ, 0.1 IA മുതൽ 0.9 IA വരെ ആനോഡ് കറണ്ട് എത്താനുള്ള ആ ടൈമാണ് എന്ത്, TR എന്ന് മാർക്ക് ചെയ്തത്, അതായത് റൈസ് ടൈം. വോൾട്ടേജിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ 0.9 VA ടു 0.1 VA എത്താനുള്ള ടൈമാണ് റൈസ് ടൈം. അതായത് കറണ്ട് റൈസ് ചെയ്യാനുള്ള ടൈമാണ് റൈസ് ടൈം. ഓക്കെ, it is the time taken by the anode current to rise from 0.1 IA to 0.9 IA. അല്ലെങ്കിൽ എന്താണ്, ടൈം റിക്വയർഡ് ഫോർ ദി ഫോർവേഡ് ബ്ലോക്കിംഗ് ഓഫ് സ്റ്റേറ്റ് വോൾട്ടേജ് ടു ഫാൾ ഫ്രം, അങ്ങനെയൊന്നും പറയണ്ട, വോൾട്ടേജ് ആനോഡ് വോൾട്ടേജ് ഫാൾ ഫ്രം 0.9 ടു 0.1 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, റൈസ് ടൈം. Rise time is inversely proportional to the magnitude of gate current and it is its build-up rate. Rise time is inversely proportional to magnitude of gate current. അപ്പോൾ ഗേറ്റ് കറണ്ട് ഹയർ ആണെങ്കിൽ റൈസ് ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഗേറ്റ് ടൈം കറണ്ട് കൂടുതലാണെങ്കിൽ സമയം എന്തായിരിക്കും, റൈസ് ടൈം കുറയും, പെട്ടെന്ന് തന്നെ ആനോഡ് കറണ്ട് റൈസ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റൈസ് ടൈമും ഗേറ്റ് സിഗ്നലും. ദ മെയിൻ ഫാക്ടർ ഡിറ്റർമൈനിങ് TR, അതായത് റൈസ് ടൈം, ഈസ് ദി നേച്ചർ ഓഫ് ആനോഡ് സർക്യൂട്ട്. ആനോഡ് സർക്യൂട്ടിൻ്റെ നേച്ചറും കൂടി ഡിപ്പെൻഡ് ചെയ്യും. അതായത് സർക്യൂട്ടിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും TR ഡിസൈഡ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ വായിച്ചത് റൈസ് ടൈം എന്നുള്ള പോർഷൻസ് ആണ്. അപ്പോൾ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ 0.1 IA എന്ന് 0.9 IA എത്താൻ ആവശ്യമായ ടൈം, അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് ഓഫ് സ്റ്റേറ്റ് വോൾട്ടേജ് 0.9 എന്ന് 0.1 ആയി റെഡ്യൂസ് ചെയ്യാനുള്ള 0.1 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആയി റെഡ്യൂസ് ചെയ്യാനുള്ള ടൈം, അതാണ് റൈസ് ടൈം. ഡ്യൂറിങ് റൈസ് ടൈം ടേൺ ഓൺ ലോസ് in the thyristor are the highest due to high anode voltage and large anode current occurring together in the thyristor. As the losses occurs only over a small conducting region, the local hotspot may be formed and device may be damaged. അതായത് എന്താ പറയുന്നത്, as these losses occurs only a lower over a small conducting region, local hotspot may be formed. അപ്പോൾ നമ്മുടെ പവർ, റൈസ് ടൈമിൻ്റെ പവറാണ് പറഞ്ഞത്. നമ്മൾ പവറിൻ്റെ വേവ് ഫോം നോക്കാം. ഇതാണ് പവർ മീൻസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ എന്താണ്, ഡിലേ ടൈമിൻ്റെ ടൈമിൽ പവർ ലോസ് കുറവാണ്. നേരെ മറിച്ച് റൈസ് ടൈമിൻ്റെ സമയത്താണ് പവർ ലോസ് മാക്സിമം. ഇതാണ് പവറിൻ്റെ ഗ്രാഫ്. ഉണ്ടോ, പവർ മാക്സിമമായി. അപ്പം പവർ ലോസ് കൂടുതലായി കഴിഞ്ഞാൽ ആ ലോക്കൽ ഹോട്ട്സ്പോട്ട് തൈറസ്റ്ററിൻ്റെ ആ ഒരു സ്പേസ്, അതായത് ആ ഒരു റീജിയൻ ഓവർ ഹീറ്റ് ആവുകയും ബേൺ ആയി പോകാനും ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിലെ ടേൺ ഓൺ ടൈം. അപ്പോൾ ഇനി വരുന്നത് എന്താണ്, ഇനി അടുത്ത ടൈം എന്താണ്, ഡിലേ ടൈം, റൈസ് ടൈം, സ്പ്രെഡ് ടൈം. സ്പ്രെഡ് ടൈം എന്തായിരിക്കും, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, ആനോഡ് കറണ്ട് 0.9 IA മുതൽ ഫൈനൽ IA ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം അല്ലേ. 0.9 എന്ന് 1% 10% കൂടാൻ, അത് 0.9 ടു ഫുൾ IA ആകാനുള്ള ടൈം. അല്ലെങ്കിൽ VA 0.1 VA എന്ന് 0, അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ്, അതായത് ഓണായി കഴിഞ്ഞാൽ 0 ആവില്ല, കാരണം ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ 0.1 VA എന്ന് ആ ചെറിയ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പിലേക്ക് ആനോഡ് വോൾട്ടേജ് കുറയാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്,
എന്ത് പറയുന്നത്? സ്പ്രെഡിങ് ടൈം TP. അപ്പം ടേൺ ഓൺ ടൈം എന്ന് പറയുന്നത് ഇത് 3 സമയത്തിൻ്റെയും സമ്മാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടേൺ ഓൺ ടൈമിലുള്ള സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ തൈറിസ്റ്റർ ഓണായി, തൈറിസ്റ്റർ ഓൺ ആവുക പറഞ്ഞാൽ അതുവഴി ആനോഡ് കറണ്ട് മാക്സിമം ഫ്ലോ ചെയ്യുന്നുണ്ട്, ആനോഡിനും കാഥോഡിനും അക്രോസ് ആയ വോൾട്ടേജ് മിനിമത്തിലാണ്. അപ്പം ഇങ്ങനെ ഇനിയിപ്പം എത്ര സമയം തൈറിസ്റ്റർ വർക്ക് ചെയ്യുന്നു അത്രയും ടൈം എന്ത് ചെയ്യും, ഈ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു പോയിന്റ് വരെ കാണിച്ചിരിക്കുന്നത്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ ആനോഡ് വഴിയുള്ള കറണ്ട് കുറച്ച് അതായത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കുറച്ച് തൈറിസ്റ്ററിനെ ഓഫാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ തൈറിസ്റ്ററിലൂടെയുള്ള കറണ്ട് കുറച്ച് തൈറിസ്റ്ററിനെ ഓഫാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ടേൺ ഓഫ് ഓഫ് തൈറിസ്റ്റർ ഈസ് കോൾഡ് കമ്മ്യൂട്ടേഷൻ. എന്താണ്? തൈറിസ്റ്ററിലൂടെയുള്ള കറണ്ട് കുറച്ച് തൈറിസ്റ്ററിനെ ഓഫാക്കുന്ന പ്രോസസ്സിനാണ് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ്. ഓക്കെ, നോക്കാം. SCR switching characteristics during turn off. വായിക്കാം. The turn off means that it has a changed from on to off state and is capable of blocking the forward voltage. അതായത് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. അതിനർത്ഥം ആ വോൾട്ടേജിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. capable of blocking the forward voltage. This dynamic process of SCR from conduction state to forward blocking state is called commutation process or turn off process. Commutation process or turn off process. Once the thyristor is on, thyristor on ആയി കഴിഞ്ഞാൽ ഗേറ്റ് ലോസസ് ഇസ് കൺട്രോൾ. നമ്മൾ തൈറിസ്റ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഗേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിന് യാതൊരുവിധ കൺട്രോളും ഇല്ല. ഓൺ ആയിക്കഴിഞ്ഞാൽ ഗേറ്റ് കൂട്ടോ കുറക്കോ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ ഗേറ്റ് റിമൂവ് ചെയ്താൽ പോലും, ഗേറ്റ് റിമൂവ് ചെയ്താലും തൈറിസ്റ്റർ എന്താവില്ല, ഓഫ് ആവില്ല. SCR ക്യാൻ ബി ടേൺഡ് ഓഫ് എങ്ങനെ? ബൈ റെഡ്യൂസിങ് ദി ആനോഡ് കറണ്ട് ബിലോ ദി ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് എന്നുള്ളൊരു കറണ്ട് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ VI ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച സമയത്ത് നോക്കാം. ഇതല്ലേ VI ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, ഇനി അടുത്ത സെഷനിൽ പറയുന്ന 2 കറണ്ട്, ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ഉണ്ട്. അതായത് ഇവിടെ കാണിച്ചിരിക്കും ലാച്ചിങ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ആനോഡ് കറണ്ട് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്ന ആ ഒരു കറണ്ടിൻ്റെ മുകളിലെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യൂ, SCR ഓൺ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആനോഡ് കാഥോഡ് വോൾട്ടേജും കൊടുക്കണം, ഗേറ്റ് സിഗ്നലും കൊടുത്ത് ലാച്ചിങ് കറണ്ടിന് മുകളിലെത്തിയാൽ മാത്രമേ SCR ടേൺ ഓൺ ആവും. അതുപോലെ SCR ടേൺ ഓഫ് ആക്കണമെങ്കിൽ ഗേറ്റ് റിമൂവ് ചെയ്താൽ SCR ടേൺ ഓഫ് ആവില്ല. ഒരിക്കൽ ഓണായ SCR ഗേറ്റ് റിമൂവ് ചെയ്താൽ ടേൺ ഓഫ് ആവില്ല. നേരെ മറിച്ച് അതിൻ്റെ ആനോഡ് കാഥോഡ് വോൾട്ടേജ് ഒക്കെ കുറച്ച് ആ സർക്യൂട്ടിൽ ആനോഡ് കറണ്ട് എന്ത് ചെയ്യണം, കുറച്ച് ലാച്ചിങ് കറണ്ടിനേക്കാളും താഴെ കുറച്ച് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നൊരു കറണ്ട് ഉണ്ട്. അതായത് ഹോൾഡിംഗ് കറണ്ടിൻ്റെ താഴെ കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ, SCR ടേൺ ഓഫ് ആവും. ഓക്കെ, അപ്പം SCR ക്യാൻ ബി ടേൺഡ് ഓഫ് ബൈ റെഡ്യൂസിങ് ദ ആനോഡ് കറണ്ട് ബിലോ ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ടിന് താഴെ കുറക്കണം. ദ ടേൺ ഓഫ് ടൈം TQ, ഓഫിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഡബിൾ ഓഫ് ഉണ്ട്. ദ ടേൺ ഓഫ് ടൈം TQ ഓഫ് എ തൈറിസ്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റ് ആനോഡ് കറണ്ട് ബിക്കം 0 ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് SCR റീഗെയിൻസ് ഫോർവേഡ് ബ്ലോക്കിംഗ് കാപ്പബിലിറ്റി. അപ്പം ടേൺ ഓഫ് ടൈം TQ എന്ന് പറയുന്നത് എന്താണ്? ആനോഡ് കറണ്ട് becomes 0 and the instant SCR regains forward blocking capability. Okay, നോക്കുക. ഡ്യൂറിങ് ടൈം TQ, എന്താ ടൈം TQ? ടേൺ ഓൺ നമ്മൾ വിട്ടു, ഇനി ടേൺ ഓഫിലേക്ക് വന്നു. എന്താ ഇവിടെ TQ? ഇതാണ് TQ. അതായത് ആനോഡ് കറണ്ട് 0 ആയി. ഇതല്ലേ ആനോഡ് കറണ്ട് 0 ആയി. അപ്പോൾ ആനോഡ് കറണ്ട് 0 ആയി, വോൾട്ടേജ് റീഗെയിൻ കാപ്പബിലിറ്റി തിരിച്ചു കിട്ടി. ആ ഒരു ടൈമിലേക്കുള്ള കറണ്ടാണ്
ടി ക്യു. അപ്പം നോക്കുക, ഒന്നുകൂടി നോക്കാം. ഡ്യൂറിങ് ടൈം ടി ക്യു എന്താ ചെയ്യുന്നത്? ടി ക്യൂല് ഡ്യൂറിങ് the turn of time Tq of a thyristor is defined as the time between the instant anode current becomes zero, anode current zero ആയി, and the instant SCR regains forward blocking capability. അപ്പോൾ ഈ ഒരു പോയിന്റ് T1 മാർക്ക് ചെയ്ത ടൈമിൽ എന്ത് ചെയ്തു? ആനോഡ് കറണ്ട് സീറോ ആയി. T4 അപ്പം T4 ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വോൾട്ടേജിൻ്റെ ഗ്രാഫ്, അതായത് അതിൻ്റെ വോൾട്ടേജ് ബ്ലോക്കിംഗ് കാപ്പബിലിറ്റി റീഗെയിൻ ചെയ്തു. അതായത് തൈറിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓഫായി. അപ്പോൾ ഓഫ് ആവാനാവുന്ന സമയമാണ് എന്ത് പറയുന്നത്? ടി ക്യു. ഇനി നോക്കാം, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഡ്യൂറിങ് ടൈം ടി ക്യു, ടി ക്യു ടൈമിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ശരിക്കും നമ്മൾ തൈറിസ്റ്റർ അങ്ങ് ഓഫ് ചെയ്താൽ പോലെ ഈ താഴോട്ട് വരേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പം ഡ്യൂറിങ് ടൈം ടി ക്യു ഓൾ ദ എക്സസ് കാരിയേഴ്സ് ഫ്രം ദി 4 ലെയർ ഓഫ് SCR മസ്റ്റ് ബി റിമൂവ്ഡ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെ താഴോട്ട് വരുന്നതിൻ്റെ എവിടെയാണ് നമ്മുടെ കറണ്ട്, ആനോഡ് കറണ്ട് ഇങ്ങനെ താഴോട്ട് വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് മീൻസ് ഇതിലുള്ള എക്സസ് ചാർജ് ഓൾറെഡി സ്റ്റോർ ചെയ്തത് റിമൂവ് ചെയ്യണം. ഡ്യൂറിങ് ടി ക്യു ഓൾ ദ എക്സസ് കാരിയേഴ്സ് ഫ്രം ദ 4 ലെയർ ഓഫ് SCR, അതായത് PN 4 ലെയേഴ്സിലുള്ള ചാർജ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. മസ്റ്റ് ബി റിമൂവ്ഡ്. ദിസ് റിമൂവൽ ഓഫ് എക്സസ് കാരിയേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് സ്വീപ്പിംഗ് ഔട്ട് ഓഫ് ഹോൾസ് ഫ്രം ഔട്ടർ P ലെയർ ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം ഔട്ടർ N ലെയർ. അതായത് റിമൂവൽ ഓഫ് എക്സസ് കാരിയേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് സ്വീപ്പിംഗ് ഔട്ട് ഓഫ് ഹോൾസ്. അപ്പം ഔട്ടർ P ലെയറിലുള്ള ഹോൾസും ഔട്ടർ N ലെയറിലുള്ള ഇലക്ട്രോൺസും അതായത് സ്വീപ്പിംഗ് ഔട്ട് ചെയ്യും, അത് മൊത്തമായിട്ട് പോകും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ടി ക്യു എന്ന് പറയുന്ന ടേൺ ഓഫ് ടൈം. ഇനി ശ്രദ്ധിക്കുക, ദ കാരിയേഴ്സ് അറൌണ്ട് ജംഗ്ഷൻ J2 ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ റീകോമ്പിനേഷൻ. അതായത് എക്സസ് കാരിയേഴ്സ് J1ഉം J3 നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബട്ട് J2 എന്നുള്ള ജംഗ്ഷനിലുള്ളത് the carriers around junction J2 can be removed only by recombination. ഇപ്പോൾ റീകോമ്പിനേഷൻ കൊണ്ട് മാത്രമേ J2ലുള്ള ചാർജിനെ റിമൂവ് ചെയ്യുക, എക്സസ് ചാർജിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് സ്വീപ്പിംഗ് ഔട്ട് ചെയ്യാൻ പറ്റും. The turn of time is divided into 2 intervals: reverse recovery time TRR, gate recovery time TGR. അപ്പോൾ ടേൺ ഓഫ് ടൈം TQ is equal to reverse recovery time TRR plus gate recovery time TGR. ഓക്കെ, നോക്കാം എന്താണ് ടി ക്യു. ഞാൻ പറഞ്ഞു ടി ക്യു അതായത് ആനോഡ് കറണ്ട് 0 മുതൽ വോൾട്ടേജ് റീഗെയിൻ അതായത് 0 ആയിട്ട് വീണ്ടും 0 ആവും, അതായത് റീഗെയിൻ കപ്പാസിറ്റി കിട്ടുന്നവരെയുള്ള ടൈമാണ് ടി ക്യു. അപ്പോൾ ടി ക്യു ടേൺ ഓഫ് ടൈമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റിവേഴ്സ് റിക്കവറി ടൈം TRR, ഗേറ്റ് റിക്കവറി ടൈം TGR. ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. റിവേഴ്സ് റിക്കവറി ടൈം അപ്പോൾ അതിൽ T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, T4 ഉണ്ട്, T5 ഉണ്ട്. ഇത്രയും ടൈമിനെ നമ്മൾ വെച്ചിട്ടാണ് TRRും TGR ഒക്കെ പറയുന്നത്. നോക്കാം, അപ്പോൾ ടൈം മനസ്സിലുണ്ടാവണം: T1, T2, T3, T4. അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കുക, ഞാൻ വായിക്കാം. അറ്റ് ദ ഇൻസ്റ്റന്റ് T1 നോക്കാം, ആനോഡ് കറണ്ട് ബിക്കം 0. ആനോഡ് കറണ്ട് 0 ആയി അല്ലേ, ഇവിടെ 0 ആയി. ആഫ്റ്റർ T1 ആനോഡ് കറണ്ട് ബിൽഡപ്പ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ, അതായത് ആനോഡ് കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ബിൽഡപ്പ് ചെയ്തു അല്ലേ. ദ റീസൺ ഫോർ ദ റിവേഴ്സൽ ഓഫ് ആനോഡ് കറണ്ട് ആഫ്റ്റർ T1 ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ചാർജ് കാരിയേഴ്സ് സ്റ്റോർഡ് ഇൻ ദി 4 ലെയേഴ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ SCRൽ സ്റ്റോർ ചെയ്ത കണ്ടക്ഷൻ ടൈമിൽ സ്റ്റോർ ചെയ്ത് വെച്ച ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആനോഡ് കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത്. ദ റിവേഴ്സ് റിക്കവറി കറണ്ട് റിമൂവ്സ് excess carriers from the end junction J1 and J3 between the instant T1 and T3. അപ്പോൾ T1ൻ്റെയും T3ൻ്റെയും ഇടയിൽ എന്ത് പറ്റും? J1ലും J3ലും ഉള്ള ചാർജ് കാരിയേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും.
ബട്ട് J2ലുള്ളതിനെ റിമൂവ് ചെയ്യില്ല. ഇൻ അതർ വേർഡ്സ് റിവേഴ്സ് റിക്കവറി കറണ്ട് ഫ്ലോസ് ഡ്യൂ ടു ദി സ്വീപ്പിംഗ് ഔട്ട് ഓഫ് ഹോൾസ് ഫ്രം പി ലെയർ ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം ബോട്ടം എൻ ലെയർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിവേഴ്സ് റിക്കവറി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഡ്യൂ ടു ദി സ്വീപ്പിംഗ് ഔട്ട് ഓഫ് ഹോൾസ് ഫ്രം ടോപ്പ് പി ലെയറിലുള്ള ഹോൾസും ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം ബോട്ടം എൻ ലെയറിലുള്ള ഇലക്ട്രോൺസും സ്വീപ്പിംഗ് ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആനോഡ് കറണ്ട് നെഗറ്റീവായി താഴോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിവേഴ്സ് റിക്കവറി കറണ്ട്. ഇനി നോക്കുക, അറ്റ് ഇൻസ്റ്റന്റ് T2 when about 60% of the stored charges are removed from the outer two layers, outer P ലെയറിലും outer N ലെയറിലുള്ള 60% ചാർജ് റിമൂവ് ചെയ്തു. ഔട്ടർ ടു ലെയർ കാരിയർ ഡെൻസിറ്റി അക്രോസ് J1 ആൻഡ് J3 ബിഗിൻസ് ടു ഡിക്രീസ്. അതായത് അപ്പം J1ലും J2ലുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ ഡെൻസിറ്റി കുറയും, കാരണം 60% റിമൂവ് ചെയ്ത് പോയി. അപ്പോൾ ഇനി ബാക്കി 40% മാത്രമേ ഉള്ളൂ, അല്ലേ? ആൻഡ് വിത്ത് ദിസ് റിവേഴ്സ് റിക്കവറി കറണ്ട് ഓൾസോ സ്റ്റാർട്ട്സ് ടു ഡിക്കേ. അപ്പം ആദ്യം കുറേ കൂടുതൽ ചാർജ് ഡിസ്ചാർജ് റിമൂവ് ചെയ്യാനുള്ളത് കൊണ്ട് സ്പീഡായിട്ട് താഴോട്ട് വന്നു, നെഗറ്റീവായി. ഇനിയിപ്പം 40% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ റിവേഴ്സ് റിക്കവറി കറണ്ടും എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അതായത് മൈനസിന് കുറഞ്ഞ് 0യിലേക്ക് വരും. ഓക്കെ, ദ റിവേഴ്സ് കറണ്ട് ഡിക്കേ ഈസ് ഫാസ്റ്റ് ഇൻ ദ ബിഗിനിങ്. അതായത് റിവേഴ്സ് കറണ്ട് ഡിക്കേ ഫാസ്റ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ബട്ട് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് മെല്ലെ 0 ആവും. ഓക്കെ, this the fast decay of recovery current causes reverse voltage across the device due to the circuit inductance. അപ്പോൾ ഫാസ്റ്റ് ഡീക്കേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് ദി ഡിവൈസിന് അക്രോസ് ആയിട്ട് ഒരു റിവേഴ്സ് വോൾട്ടേജ് ഉണ്ടാവും ഡ്യൂ ടു സർക്യൂട്ട് ഇൻഡക്റ്റൻസ്. കാരണം ഇൻഡക്റ്റൻസ് മീൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് ഓപ്പോസസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അപ്പോൾ ഇൻഡക്റ്റൻസ് കൊണ്ട് ഒരു വോൾട്ടേജ് ബിൽഡപ്പ് ആവും, അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവും. ദിസ് റിവേഴ്സ് വോൾട്ടേജ് സർജ് മേ കോസ് ഡാമേജ് ടു ദി ഡിവൈസ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വോൾട്ടേജിനെ ബാധിക്കും. ഇൻ പ്രാക്ടീസ് ദിസ് അവോയ്ഡഡ് ബൈ യൂസിങ് പ്രൊട്ടക്റ്റീവ് RC എലമെൻറ്റ് അക്രോസ് ദി SCR. അപ്പം അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ RC എലിമെൻറ്റ് നമ്മൾ SCRന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്ററോ ഒരു കപ്പാസിറ്ററോ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് SCRൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് കറണ്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻഡക്റ്റൻസ് കൊണ്ട് di/dt കൊണ്ട് എന്ത് ചെയ്യും? അതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഹയർ ആയിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് ഹയർ ആയി കഴിഞ്ഞാൽ ഡിവൈസ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രൊട്ടക്റ്റീവ് എലമെൻറ്റ് എന്ന രീതിയിൽ RC എലമെൻറ്റ് കണക്ട് ചെയ്യും. ഇനി നോക്കാം, അറ്റ് ദി ഇൻസ്റ്റന്റ് T3 when the reverse recovery current has fallen nearly to 0. അപ്പോൾ T3യിൽ എന്തായി? റിവേഴ്സ് റിക്കവറി കറണ്ട് ഓൾമോസ്റ്റ് 0 ആയി, അല്ലേ? എൻഡ് ജംഗ്ഷൻ J1 ആൻഡ് J3 റിക്കവേഴ്സ്. അതായത് J1ഉം J3 ഓൾമോസ്റ്റ് റിക്കവർ ആയി. ആൻഡ് SCR ഏബിൾ ടു ബ്ലോക്ക് ദി റിവേഴ്സ് വോൾട്ടേജ്. SCRന് റിവേഴ്സ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടി. ഇനി എന്താണ് ഇപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം നമ്മൾ പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്കാം. ഇതൊന്ന് വായിച്ചു നോക്കാം. ഇനി എന്താണ് ഗേറ്റ് റിക്കവറി ടൈം? അറ്റ് ദ എൻഡ് ഓഫ് റിവേഴ്സ് റിക്കവറി പീരീഡ് T1 to T3 ദ മിഡിൽ ജംഗ്ഷൻ J2 സ്റ്റിൽ ഹാസ് സ്ട്രാപ്ഡ് ചാർജസ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? T1 to T3 വരെ പോകുമ്പോൾ J1ഉം J3 മാത്രമേ ചാർജ് റിമൂവ് ചെയ്തുള്ളൂ. ബട്ട് എന്തുണ്ട്? J2ൽ സ്റ്റിൽ ഹാസ് ട്രാപ്ഡ് ചാർജസ്. Therefore, the thyristor is not able to block the forward voltage at T3. അപ്പം T3യിൽ തൈറസിന് കംപ്ലീറ്റ് ആയിട്ട് ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ജംഗ്ഷൻ J2ൽ എന്തുണ്ട്? കുറച്ച് ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ട്രാപ്ഡ് ചാർജസ് അറൌണ്ട് J2 കനോട്ട് ഫ്ലോ ടു ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. കാരണം അതിന് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോകാൻ കഴിയില്ല, കാരണം സെൻറ്ററിലാണ്, അല്ലേ? അതുകൊണ്ട് പോകാൻ കഴിയില്ല. Therefore, this charges മസ്റ്റ് ഡീക്കേ ഓൺലി ബൈ റീകോമ്പിനേഷൻ. ഇപ്പോൾ ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും റീകോമ്പിനേഷൻ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ജംഗ്ഷൻ J2ലുള്ള ചാർജ് റിമൂവ് ചെയ്യാൻ പറ്റൂ. ദ റീകോമ്പിനേഷൻ ഈസ് പോസിബിൾ ഇഫ് എ റിവേഴ്സ് വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻഡ് അക്രോസ് ദി SCR. SCRന് അക്രോസ് ആയിട്ട് ഒരു ചെറിയ റിവേഴ്സ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു റീകോമ്പിനേഷൻ പോസിബിൾ ആവും.
The rate of recombination of charge is independent of the external circuit parameter. The time for recombination of charges between T3 and T4 is called gate recovery time TGR. അപ്പോൾ എന്താണ് ടി ജി ആർ? ടി ജി ആർ എന്താണ്? നമ്മളെ ജംഗ്ഷൻ J2ലുള്ള ഹോൾസും ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്ത് ചാർജ് റിമൂവ് ചെയ്യാനുള്ള ടൈം, അതാണ് ഗേറ്റ് റിക്കവറി ടൈം. ഓക്കെ അപ്പോൾ T4 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മൾ തൈറിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓഫായി. ഇനി എന്താ പറയുന്നത്? at time at the instant T4 junction J2 recovers and the forward voltage can be reapplied between anode voltage. അപ്പോൾ ടേൺ ഓഫ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്തു? എന്താ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ എന്താണ്? നമ്മുടെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിൽ ടേൺ ഓഫ് ടൈം പറഞ്ഞു, ടേൺ ഓൺ ടൈം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഇപ്പം ടേൺ ഓഫ് ടൈം പറഞ്ഞു. അപ്പം TQ ആണ് ടേൺ ഓഫ് ടൈം. അപ്പോൾ അതിനെ രണ്ടായിട്ടുണ്ട്, TRR റിവേഴ്സ് റിക്കവറി ടൈം, അതുപോലെ TGR ഗേറ്റ് റിക്കവറി ടൈം. ഓക്കെ, ഇനി നോക്കാം, നമ്മൾ സമയം ഓൾറെഡി 40 minutes ആയി. നോക്കാം, ദ ടേൺ ഓഫ് ടൈം പ്രൊവൈഡഡ് ബൈ എ തൈറിസ്റ്റർ ബൈ ദി പ്രാക്ടിക്കൽ സർക്യൂട്ട് ഈസ് കോൾഡ് സർക്യൂട്ട് ടേൺ ഓഫ് ടൈം TC. TC എന്ന് പറയുന്നത് എന്താ? ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? തൈറിസ്റ്ററിന് ടേൺ ഓഫ് ആവാനുള്ള ടൈം കൊടുത്തു. Is defined as the time between the instant anode current becomes 0 and the instant reverse voltage due to the practical circuit reaches 0. അപ്പം റിവേഴ്സ് വോൾട്ടേജ് ആനോഡ് കറണ്ട് 0 ആവുന്നത് തൊട്ട് പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് ഡ്യൂ ടു പ്രാക്ടിക്കൽ സർക്യൂട്ട് റീച്ചസ് 0. അപ്പോൾ ആ ടൈമിനാണ് എന്താ പറയുന്നത്? TC സർക്യൂട്ട് ടേൺ ഓഫ് ടൈം TC. TC must be greater than TQ for reliable turn off. Otherwise, the device may turn on at the undesired instant. Process called commutation failure. അപ്പം കമ്മ്യൂട്ടേഷൻ ഫെയിലിയർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് TQ ഉണ്ട്, അത് കഴിഞ്ഞ് TC ഉണ്ട്. അപ്പം TC എപ്പോഴും TQനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ TC എന്ന് പറയുന്നത് നമ്മൾ തൈറിസ്റ്റർ കമ്മ്യൂട്ടേഷനൊക്കെ പഠിക്കുമ്പം കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട്, അതായത് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ SCRനെ ടേൺ ഓഫ് ചെയ്യുന്നത്. വെറുതെ നമുക്ക് വോൾട്ടേജ് കുറക്കാനോ ടേൺ ഓഫ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂട്ടേഷൻ ചെയ്യുമ്പം എടുക്കുന്ന TC കമ്മ്യൂട്ടേഷൻ ടൈം TC എന്ന് പറയുന്നത് എപ്പോഴും സർക്യൂട്ട് ടേൺ ഓഫ് ടൈം TQനേക്കാളും കൂടുതലായിരിക്കണം. കൂടുതലല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ സർക്യൂട്ട് അങ്ങനെ ആയതുകൊണ്ട് ഇടയിൽ വേണമെങ്കിൽ വീണ്ടും ടേൺ ഓൺ ആവാം, അതായത് കമ്മ്യൂട്ടേഷൻ ഫെയിലിയേഴ്സ് ഉണ്ടാവാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, കുറച്ച് ടൈംസ് ആണ് പറഞ്ഞത്. അപ്പം എല്ലാ സ്ലൈഡ്സും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ് ചെയ്ത് എഴുതിയ കാര്യങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് വായിച്ച് നോക്കുക. പറഞ്ഞത് മാക്സിമം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, അതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം തന്നെ ഒരു ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യണം. കാരണം ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ സ്റ്റാറ്റസ്, വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ, യു ആർ സ്റ്റഡിങ് ഓർ നോട്ട്, and we have to discuss in live. Okay, then okay, നമുക്ക് ലൈവിൽ കാണാം. ഈ കാര്യങ്ങൾ 1, 2, 3 പ്രാവശ്യം വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. then thank you for watching.